ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്, എനിക്ക് ഇപ്പൊ ഞാൻ ഇതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം. ഞാനും എൻ്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിന്റെ പേരും. കാരണം വെച്ചാൽ ഇപ്പൊ എങ്ങനെ പറയാം, എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. എൻ്റെ പോലെ അല്ല. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഈ സഫർ ചെയ്തതിന് കോമ്പൻസേറ്റ് ചെയ്യണം എന്നായിരുന്നോ പൈസയുടെ കാര്യം? ഒരിക്കലല്ല. വേറെ എന്തായിരുന്നു അവരോട് സംസാരിച്ചത്? എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാള് വിളിച്ചിട്ട് അങ്ങനെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്. ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത്. ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ. അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അത് ഓക്കെ, എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകുന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഈ ഗസ്റ്റ് റോൾ ആണെന്ന് പറയുന്നത്, ഗസ്റ്റ് റോൾ ആയിട്ട് അതാണ് ചോദിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു. ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഗസ്റ്റ് റോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്. അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? അല്ല, അതിലെന്താന്ന് വെച്ചാല്